സന്തോഷം. വീണ്ടും ഒരു ഓണക്കാല ചിത്രത്തിൻ്റെ അതായത് ഇക്കയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിൽ ബാഡ് ബോയ്സ് 2 എന്ന് കട്ട് ചെയ്ത് കളയുന്നതാണ് വീണ്ടും താക്കിയത്. ഒരുപാട് സന്തോഷം. വീണ്ടും ഒരു ഓണക്കാല ചിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ 2022 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന ഓണചിത്രത്തിൻ്റെ ഭാഗമായി 23 കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്നൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി. 24 ഇപ്പോൾ ബാഡ് ബോയ്സിൻ്റെ ഭാഗമായിരിക്കുകയാണ്. നമ്മുടെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തുള്ള ഓണത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാലത്തെ ഓണത്തിനിറങ്ങിയ സിനിമകൾ ആയിരിക്കും ഞാൻ ഓർമ്മിക്കുക. ആ സിനിമകളിലെ പാട്ടുകളും ഒക്കെയാണ്. ഒരുപാട് ഹിറ്റ് സിനിമകൾ, ക്ലാസ്മേറ്റ്സ്, നരൻ, ഹരികൃഷ്ണൻസ്, സമ്മർ ഇൻ ബത്ലഹേം, ഫ്രണ്ട്സ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഓണക്കാല ചിത്രങ്ങൾ ഇപ്പോൾ ഓണത്തിന് ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഉള്ള കാലത്തിലേക്ക് പോകുമ്പോൾ 2024 ഓണം ബാഡ് ബോയ്സിൻ്റെ പേരിലായിരിക്കും ഓർമ്മിക്കുക. അപ്പോൾ അത് ഒരു വലിയ ഹിറ്റായി തീരട്ടെ. നിങ്ങൾക്കും ഈ പടം ഒരു ഓർമ്മിക്കുന്ന ഒരുപാട് സംഭവങ്ങളുള്ള ഒരു സിനിമയാകട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ സിനിമയിലുണ്ട്. അത് ഒരുപാട് നൊസ്റ്റാൾജിയ തരുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്ത് ഒമറിക്ക ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശങ്കർ സാറൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ റഹ്മാനിക്ക് പഴയ തനിമ ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ പുതിയ വേർഷൻ, റഹ്മാനിക്കയുടെ പുതിയൊരു വേർഷൻ പഴയ തനിമ നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക, ഇതൊരു വലിയ വിജയമാക്കി തീർക്കുക. അതുപോലെ തന്നെ നമ്മുടെ റഹ്മാനിക്ക് പനി ആയതുകൊണ്ട് നിങ്ങൾ ഡാൻസിൽ വല്ലാണ്ട് സ്കോർ ചെയ്തു ഞങ്ങൾ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. ഇല്ലേക്ക ഇക്ക പറയുന്നത് ഞങ്ങൾ ചായയിൽ എന്തോ കലക്കി കൊടുത്തു എന്നാണ്. എന്ത് കലക്കി കൊടുത്താലും കുടിച്ചോളൂ. ഡാൻസ് കളിക്കാൻ പറ്റാണ്ടായി, അവസരം പനിയായി, ആ ടൈമിൽ നിങ്ങൾ സ്കോർ ചെയ്തു എന്നാണ് പറഞ്ഞത്. അല്ല, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. റഹ്മാനിക്ക വരുമ്പോൾ എങ്ങനെയായിരിക്കും ഞങ്ങളുള്ളപ്പോൾ അഭിനയിക്കുക. ഭയങ്കര ഒരു CBSE സ്കൂളിൽ പഠിച്ച ആളാണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും, ഗവൺമെൻറ് സ്കൂളാണ് ഞാനും ബിബിനൊക്കെ. അപ്പോൾ ഞങ്ങളോട് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വന്ന് 1-2 ദിവസം കഴിഞ്ഞ് ആൾ പതിയെ താഴോട്ട് വന്ന് ഒരു ബാഡ് ബോയ് ആയി, അലമ്പായി ഞങ്ങളോടൊപ്പം. ഇല്ല, ഞങ്ങളോട് വളരെ സ്നേഹത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന്. റഹ്മാനിക്ക നമ്മൾ വിചാരിക്കുന്ന പോലെയില്ല, ഭയങ്കര കോമഡിയാണ് അത്. അതായത് പഴയ കോമഡിയൊന്നുമില്ല, പുതിയ തലമുറയിലെ അടിപൊളി കോമഡിയാണ് ആൾ. അതിൻ്റെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാനുണ്ടല്ലേ, താങ്ക് യു. ഇനി പോകണോ? കുറച്ച് സമയം ഇതിൽ കൂടുതലായിട്ട് ഞാൻ പറയും. താങ്ക് യു.